ആത്മീയ ഭക്ഷണം. നാം ശരീരത്തിൽ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ടാവാം ശാരീരിക ഭക്ഷണത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാം അതിൽ മാത്രം ശ്രദ്ധാലുക്കളാവുന്നു. എന്താണ് യഥാർത്ഥ ആത്മീയ ഭക്ഷണം? നമുക്കൊന്ന് നോക്കിയാലോ. കാൽഗരി ഇത് അവതരിപ്പിക്കുന്നു ജീവന്റെ അപ്പം. എടി, നമ്മുടെ മോട്ടോർ സ്കൂൾ ബസ് വരാറായോ? പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്ക് വന്നല്ലോ. മമ്മി, നിമ്മി എത്തി. മോളു ഡ്രസ് മാറി വന്നു, വല്ലത് കഴിക്ക്. എന്താ മമ്മി ഇന്ന് സ്പെഷ്യൽ? നല്ല ചൂട് ദോശയും ചമ്മന്തിയും ഉണ്ട്. ഓ, ഈ മമ്മിയുടെ ഒരു കാര്യം. എനിക്ക് ദോശ വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞു. എനിക്ക് ന്യൂഡിൽസ് മതി. നല്ല മമ്മിയാകുവാൻ കുട്ടികൾക്ക് മാഗി നൂഡിൽസ് കൊടുക്കുക. കേട്ടില്ലേ കൂട്ടരെ? 2 ബിരിയാണിയായി. ഇങ്ങോട്ട് നോക്കിയേ. പൈസ തരാത്തവരാരും ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കണ്ട. ഓ, നല്ല ഏമ്പൊക്കെ വരുന്നുണ്ടല്ലോ. 155 രൂപ. അയ്യോ, ചില്ലറ ഇല്ലല്ലോ. വെച്ചോ. ദേ, ഇതാ പറയുന്നത്, വസ്ത്രം കൊണ്ട് മനുഷ്യരെ അളക്കാൻ പാടില്ലെന്ന്. ചേട്ടാ, ഒരു ചായ. എടാ, ഒരു ചായ കൊണ്ടുപോയി കൊടുക്ക്. ചേട്ടാ, കഴിക്കണ്ടോ വേണ്ടേ? ഇതിന് കടുപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല കടുപ്പമുണ്ട്. ചായപ്പൊടി ഇല്ലാത്തോണ്ടാണേ. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്ത് വേണേലും പറഞ്ഞോ, എല്ലാം ഇവിടെ ഉണ്ട്. എനിക്കൊരു ഓനിയൻ ഊത്തപ്പം. എടാ, ഇവിടെ വാടാ. അവളിപ്പോ പറഞ്ഞതൊരു ക്രിക്കറ്റ് കളിക്കാത്ത പേരില്ലേ? അത് റോബിനൊത്തപ്പം. ഇത് ഒണിയനൊത്തപ്പം. ഓ, ഒണിയനൊത്തപ്പം. ഈ ഒണിയൻ എന്ന് പറയുന്നത് ഉള്ളിയല്ലേ? അതെ, ഉള്ളിയ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. എടാ, എന്നാൽ ഉള്ളിയിട്ടൊരു ഊത്തപ്പം കൊണ്ടുവാ. മാഷേ, ഒരു ബർഗർ പെട്ടെന്ന് എടുക്കാമോ? എന്താ ഇത്ര തിരക്ക്? എന്റെ അമ്മ സീരിയസ് ആയ ശരി കിടക്കുകയാണ്. പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഹോട്ടൽ കണ്ടത്. അപ്പോൾ ഞാൻ പണ്ട് ഇവിടെ വന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ രുചി ഓർത്തുപോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളാണ് ഇവിടെ വരുന്നവരെ കൊണ്ട് മാക്സിമം ഫുഡ് കഴിപ്പിക്കുക എന്നതാണ് എന്റെ ജോലി. എനിക്ക് എന്റെ ലാഭം മാത്രം നോക്കിയാൽ മതി. എന്നാലും ഞാൻ ചോദിച്ചു പോവുകയാണ്, ചേട്ടൻ അമ്മയാണോ തീറ്റയാണോ വലുത്? എന്ത് പറയാനാ, ഭക്ഷണം കണ്ടാൽ ഞാൻ എല്ലാം കേട്ടില്ലേ കൂട്ടരെ, തീറ്റ സംസ്കാരത്തിന്റെ ദേ മനുഷ്യനെ ഉള്ള പഴമെല്ലാം വലിച്ചു കയറ്റിയാൽ വല്ല അസുഖവും വരും. പണ്ട് പിഷോർ നദിക്കരയിലെ പഴമെല്ലാം നിന്നിട്ട് വാള് വെച്ച് കിടന്നത് മറന്നുപോയോ? നീ ചൂടാകാതെ. ഈ ഏതൻ തോട്ടത്തിലെ പഴമെല്ലാം നമുക്ക് തിന്നാനല്ലേ ദൈവം തന്നത്? തോട്ടം ദൈവത്തിൻ്റെതാണേലും വയറ് നമ്മുടെയാണ്, മറക്കരുത്. അവളുടെ ഒരു തമാശ. എടി, ഈ തോട്ടത്തിലെ ഓരോ പഴത്തിനും രുചിയൊന്ന് വേറെ തന്നെയാ. ആദത്തിന് അവയെല്ലാം ആസ്വദിക്കണം. ഓ പിന്നെ, ഒരു ആസ്വാദകൻ വന്നിരിക്കുന്നു.
എന്നാ പിന്നെ നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ പഴം കൂടി പറിച്ചു തിന്നു. എടീ വൃത്തം കെട്ടവളെ, കരുനാക്ക് വളയ്ക്കാതിരി. മരം മാറി പഴം തിന്നുന്നത് സ്വപ്നം കണ്ട് പലവട്ടം ഞാൻ ഞെട്ടി ഉണർന്നിട്ടുണ്ട്. എങ്കിൽ കഴിച്ചത് മതി. വാ, നമുക്ക് പോകാം. ഹൗവ, നീ എന്താണ് ചിന്താവിഷ്ടയായിരിക്കുന്നത്? ആരിത്? സർപ്പമോ? നീ എന്താണ് ഈ വഴി? ഇതുവഴി പോയപ്പോ നിന്നെ കണ്ടു വന്നതാ. പുള്ളിക്കാരനില്ലേ? പിശു നദിയിൽ കുളിക്കാൻ പോയതാ. നന്ന്. എന്താ പറഞ്ഞേ? അല്ല, കുളിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞതാ. ഹൗവ, തോട്ടത്തിലെ പഴമൊന്നും തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല. ഈ തോട്ടത്തിലെ ഏത് പഴവും ഞങ്ങൾക്ക് യഥേഷ്ടം തിന്നാം. ചേട്ടനാണേൽ അതിനേ സമയമുള്ളൂ. ആ, പിന്നെ നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ പഴം മാത്രം തിന്നാൻ പാടില്ല. തിന്നാലേ ഞങ്ങൾ മരിക്കും. ഓ, പിന്നെ നോണ. സത്യമാണ് പാമ്പേ, പാമ്പാണ് സത്യം. എന്റെ ഹൗവ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുക. നിന്റെ കഴിവിലല്ലേ അങ്ങേര് ഷൈൻ ചെയ്യുന്നത്. ദൈവം പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നത് നട്ടിലില്ലാഞ്ഞിട്ടല്ലേ? ഉണ്ടായിരുന്നൊന്ന് ദൈവം ഒരിടത്ത് നിനക്കും തന്നു. നട്ടലല്ല, വാരിയില്. നീ ഈ പഴമൊന്ന് നോക്കിക്കേ. ഹായ്, എന്ത് നല്ല പഴം. നല്ല നിറവും, കണ്ടിട്ട് കൊതിയാവുന്നു. ഇങ്ങനെ ഒരു പഴം ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതേത് മരത്തിലേതാ? ഇതാണ് നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ പഴം. പാമ്പേ, നീ എന്താണ് ഈ കാണിച്ചത്? ദൈവം വിലക്കിയ പഴമല്ലേ ഇത്? തൊടാൻ പോലും പാടില്ല. ഹൗവ, നീയും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? നീ ഒന്നുമില്ലേലും അറിവുള്ളവളല്ലേ? ഈ പഴം തിന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നീ ഇതൊന്ന് തൊട്ടു നോക്കി. ചേട്ടാ, ഈ പഴം കണ്ടോ? ആഹാ, നല്ല ഭംഗി. നിനക്കത് എവിടുന്ന് കിട്ടി? ഇങ്ങനെ ഒരെണ്ണം ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. പാമ്പ് തന്നതാ. ചേട്ടന് മനസ്സിലായോ ഈ പഴം ഏതാണ്? മനസ്സിലായില്ല. ഇതാ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തിലെ പഴം. ഹൗവ, നീ എന്തായി ചെയ്തത്? നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ പഴം നീ പറിച്ചോ? നശിച്ചവളെ, ദൈവകോപം വരുത്തി വെക്കുമല്ലോ. എന്റെ ചേട്ടാ, ഇങ്ങനെ മേടിച്ചാലോ? തൊടുക പോലും അരുതെന്ന് പറഞ്ഞതല്ലേ. എനിക്കെന്തേലും പറ്റിയോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ കബളിപ്പിച്ചതാണെന്ന്. ഇല്ല ഹൗവ, ദൈവം നമ്മെ ചതിക്കില്ല. ഈ കാണുന്നതെല്ലാം നമുക്ക് സ്വന്തമായി തന്ന ദൈവം നമ്മെ ചതിക്കുന്ന എന്തിനും? അതാണ് ചേട്ടാ പരസ്യതന്ത്രം. ഈ കണ്ടതെല്ലാം വെറും പരസ്യമായിരുന്നു. നാം അതിൽ മതിമയങ്ങി ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ. പഴം തിന്നാൽ നാം ദൈവത്തെ പോലെ ആകും. പിന്നെ ദൈവത്തിന് തന്റെ സ്ഥാനം പോവില്ലേ? ഒന്ന് കഴിച്ചു നോക്കിയേ.
അപ്പോഴേ പറഞ്ഞതല്ലേ പാപം ചെയ്യണ്ടെന്ന്. നിർത്തൂ. ഈ മരുഭൂമി എന്നോട് ആജ്ഞാപിക്കാൻ ആരാണ്? ഞാനാണ് ദേവപുത്രൻ. നിന്റെ കീഴിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ വന്നതാണ്. ദൈവപുത്രൻ വാടിയ താമര പോലെ വരുന്നത്. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ എല്ലും തോലുമായിരിക്കുന്നു. എങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കാം. ഞാനത് കാണട്ടെ. എന്താണ് നമ്മൾ തമ്മിലെടുക്കുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താലുമാണ് ജീവിക്കുന്നത്. സാത്താനെ, ദൂരെ പോ. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച ദൈവപുത്ര, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നശ്വരമായ അപ്പത്തിനു വേണ്ടി ആഗ്രഹിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി ആഗ്രഹിക്കുവിൻ. ഈ അപ്പം ഞങ്ങൾ എന്നും ഭക്ഷിക്കേണ്ടതിന് കർത്താവേ, ഏതാണ് ആ സ്വർഗീയ അപ്പം? സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല.